നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇത് 8ാമത്തെ വർഷമാണ്. ഈ അവസ്ഥയിൽ ഈ സർക്കാരിൻ്റെ പോപ്പുലാരിറ്റി, ജനാഭിപ്രായം എന്താണ്? അത് നടത്തിയത് ഓഗസ്റ്റ് 1-നും 10-നും ഇടയ്ക്ക് ഇന്ത്യ ടുഡേ, സീ വോട്ടർ എന്ന ഏജൻസികളാണ്. എന്തുകൊണ്ടോ അവരുടെ സർവേ കാര്യമായ ചലനമൊന്നും സൃഷ്ടിച്ചില്ല. മറ്റ് ചാനലുകൾ ശ്രദ്ധിച്ചുമില്ല. ഒരു ചാനൽ ചെയ്യുന്ന കാര്യം മറ്റ് ചാനൽ എടുത്തു കാണിക്കാറൊന്നുമില്ലെങ്കിലും ഒരു പരാമർശം ഒക്കെ വരേണ്ടതാണ്. പക്ഷെ വന്നില്ല. ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ അത് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ആ സർവേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അതിനാൽ ആ സർവേയുടെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നിപ്പോൾ ഈ നിമിഷം ഇന്ത്യ ടുഡേ, സീ വോട്ടർ ആ സർവേ നടത്തുന്നത് ഓഗസ്റ്റ് 1-നും 10-നും ഇടയിലാണ്. 2 സർവേ ആയിട്ട് അവർ നടത്തി. ആദ്യ ഭാഗം സർവേ ഏകദേശം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബീഹാറിൽ JDU BJPയെ വിട്ടൊഴിഞ്ഞ് പോകുന്നത്. അതുകൊണ്ട് അവർ 2ാമതും സർവേ നടത്തി. അപ്പോൾ JDU വിടുന്നതിന് മുമ്പും വിട്ടതിന് ശേഷവും ഈ 2 കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അവർ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ ഫലം അവർ കൊടുത്തു. അവരാദ്യം നമ്മളോട് പറഞ്ഞത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ആർക്ക് എത്ര ശതമാനം വോട്ട് വെച്ച് കിട്ടും. അത് 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട്, ഒന്ന് NDA, വേറൊന്ന് UPA, മൂന്നാമത് അതേഴ്സ്, മറ്റുള്ളവർ. UPA എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളും. മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMK അല്ലെങ്കിൽ TRS, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി, ഇതുപോലത്തെയൊക്കെ പാർട്ടികളാണ് ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത്. ഏതായാലും NDA, UPA, മറ്റുള്ളവർ, ഈ 3 വിഭാഗത്തിന് എത്ര ശതമാനം വോട്ട് കിട്ടും എന്ന് ഇന്ത്യ ടുഡേ, സീ വോട്ടർ സർവേ പ്രവചിക്കുന്നു. നമുക്ക് അതൊന്ന് കാണാം. देश के राजनीतिक हालात इस समय कैसे हैं, ये जानने के लिए हमने सबसे महत्वपूर्ण सवाल जनता से पूछा. और सवाल ये था कि अगर आज देश में लोकसभा का चुनाव हो जाए, लोकसभा चुनाव का ऐलान हो जाए, तो फिर किसके पक्ष में वो वोट डालना पसंद करेंगे. सबसे बड़ा सवाल तो यही है. यानी अगर आज देश में चुनाव हो तो किस पार्टी की क्या स्थिति होगी. अगर आज चुनाव हुए तो NDA को 41.4% वोट मिलेंगे, UPA को 28.1% वोट जाएंगे और अन्य पार्टियों को 30.6% वोट मिलेंगे. यानी देश का भरोसा अब भी नरेंद्र मोदी के नेतृत्व वाले NDA पर है. और यहां पर आप साफ देख पा रहे हैं कि 41.4% वोट शेयर के साथ नरेंद्र मोदी के नेतृत्व वाला, BJP के नेतृत्व वाला NDA इस समय देश के लोगों की पहली पसंद है. और ऐसा नहीं है कि सिर्फ पहली पसंद है, बल्कि दूर दूर तक उनके आसपास कोई नहीं है. आपने देखा होगा UPA बहुत पीछे है 28% वोट के साथ. तो जो स्थिति 2019 की थी, लगभग वैसी ही स्थिति अभी भी बनी हुई है. इसका मतलब यह है कि NDA सरकार या NDA की लोकप्रियता में कोई कमी नहीं आ रही है. അപ്പോൾ ഇന്ത്യ ടുഡേ, സീ വോട്ടർ കണ്ടെത്തിയിരിക്കുന്നത് NDA മുന്നണിക്ക് 41.4, UPAയ്ക്ക് 28.6, മറ്റുള്ളവർക്ക് 30.6 ഇങ്ങനെയാണ്. ഫലത്തിൽ NDAയുടെ ജനപ്രീതിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് സാരം. 2019 ഉണ്ടായിരുന്ന അതേ ജനപ്രീതി ഇപ്പോഴും നരേന്ദ്രമോദിക്കും അദ്ദേഹം നയിക്കുന്ന മുന്നണിക്കും ഉണ്ട് എന്നാണ് കണ്ടെത്തൽ.
യു പി എയും മറ്റുള്ളവരും കൂട്ടിക്കഴിഞ്ഞാൽ 30ഉം 28ഉം 58 അല്ലെങ്കിൽ 59 വരെ ഒക്കെ വരും. അത് 41-നേക്കാൾ വലുതല്ലേ ആണ്. പക്ഷേ യു പി എയും മറ്റുള്ളവരും തമ്മിൽ മൊത്തം ചേർന്ന് ഒരു ഭരണം ഭാരതത്തിൽ വരാൻ ഒരിക്കലും സാധ്യമല്ല. ഇവരാരും തന്നെ ഒരുമിച്ച് ചേരുന്നവരല്ല. മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, സ്റ്റാലിൻ, പിണറായി വിജയൻ, ജഗൻമോഹൻ റെഡ്ഡി, നവീൻ പട്നായിക്, ഇതുപോലെയുള്ള എത്രയോ നേതാക്കൾ, ഇവരെല്ലാം കൂടെ ഒരൊറ്റക്കെട്ടായിട്ട് ഒരു മുന്നണിയായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക ദുസ്സാധ്യമാണ്. കാരണം എല്ലാവർക്കും പ്രധാനമന്ത്രി പദം വേണം എന്നാഗ്രഹമുണ്ട്. ആ മത്സരത്തിലാണ് പലപ്പോഴും അവർ അന്യോന്യം തോൽപ്പിക്കുന്നത്. ഏതായാലും അത് ഇരിക്കട്ടെ. അതിൽ കുറച്ച് പേര് കൂടിയാൽ പോലും എൻ ഡി എയുടെ 41.4-ൻ്റെ അടുത്തെങ്ങും എത്തുന്നില്ല. അതിനാൽ ജനപ്രീതിയുടെ കാര്യത്തിൽ എൻ ഡി എ ഇപ്പോഴും പഴയ പോലെ തന്നെ തലയുയർത്തി നിൽക്കുന്നു എന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടറിൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ ഇത് സീറ്റായി മാറിയാൽ എത്ര സീറ്റുകൾ ഉണ്ടാകും അതും നോക്കണമല്ലോ. വോട്ടിംഗ് ശതമാനം പല രീതിയിലും കിട്ടും. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, പല പ്രബല പാർട്ടികളെക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനമുണ്ട് ബി ജെ പിക്ക്. പക്ഷേ സീറ്റ് ഒന്നുപോലും കിട്ടുന്നില്ല. ഉണ്ടായിരുന്ന ഒരെണ്ണം പോകുകയും ചെയ്തു. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളുടെ വോട്ടുകൾ പരന്ന് കിടക്കുകയാണെങ്കിൽ ഒരുപാട് വോട്ട് നിങ്ങൾക്കുണ്ട്, പക്ഷേ ഒരു സീറ്റ് പോലും കിട്ടില്ല. എന്നാൽ അധികം പരക്കാതെ ഒരു പ്രത്യേക സ്ഥലത്താണ് നിങ്ങളുടെ ഇതിനേക്കാൾ കുറഞ്ഞ വോട്ടുകൾ സമാഹരിച്ച് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സീറ്റുകൾ കിട്ടും. വോട്ടിംഗ് ശതമാനം കുറവായിരിക്കും, പക്ഷേ സീറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതാണ് കേരളത്തിൽ മുസ്ലിം ലീഗിനുള്ള അഡ്വാൻറ്റേജ്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ സമാഹരിച്ച് കിടക്കുന്ന സ്ഥലം മലപ്പുറമാണ്. അതുകൊണ്ട് ഏകദേശം 18 മുതൽ 20 സീറ്റ് വരെ അവർക്ക് അവിടെ കിട്ടുന്നു. ബാക്കി 2-3 സീറ്റ് മറ്റുള്ള സ്ഥലത്തുമായിട്ട് കിട്ടുന്നു. ബി ജെ പിയുടെ വോട്ടുകൾ, ബി ജെ പിക്ക് ഫലത്തിൽ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട്, പക്ഷേ അതെല്ലാം പരന്ന് കിടക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതുകൊണ്ട് ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല. അതിനാൽ വോട്ടിംഗ് ശതമാനം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് സീറ്റ് കൂടുതലാകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ടുഡേ സീ വോട്ടർ നമുക്ക് വോട്ടിംഗ് ശതമാനം തന്നു 41.4. ഇതനുസരിച്ച് സീറ്റ് എത്രയായിരിക്കും എൻ ഡി എക്ക് കിട്ടുന്നത് അതും നോക്കണമല്ലോ. അതും ഇന്ത്യ ടുഡേ സീ വോട്ടർ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ 41.4% വോട്ടുണ്ടെങ്കിലും എൻ ഡി എക്ക് സീറ്റ് കിട്ടുന്നത് 307. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 4 സീറ്റ് മാത്രം കൂടുതൽ. ഇപ്പോൾ 303, അതിൽ നിന്ന് 307 ഇതാണ് അവരുടെ പ്രവചനം. അതേസമയം 28% വോട്ടുള്ള കോൺഗ്രസ് നയിക്കുന്ന യു പി എക്ക് 125 സീറ്റുകൾ കിട്ടും. അവരെക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനമുണ്ട് മറ്റുള്ളവർക്ക്, 30.6. പക്ഷേ അവർക്ക് സീറ്റുകളുടെ എണ്ണം കുറവാണ്, 111 കിട്ടുകയുള്ളൂ. ഇതാണ് ജനാധിപത്യത്തിലെ ഒരു പ്രശ്നം. ആ പ്രശ്നം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ജനാധിപത്യ മാർഗത്തിൽ മുന്നേറുന്നത്. ശതമാനം കൂടുതൽ കിട്ടി എന്ന് വിചാരിച്ചിട്ട് സീറ്റുകൾ കൂടുതൽ കിട്ടണമെന്നില്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു പോയിൻ്റാണ്. അവരുടെ ഇടയ്ക്ക് വലിയ ചർച്ച നടക്കുന്നുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റേ ഉള്ളൂ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക്, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ വോട്ട് അവർക്ക് 42%, 43% ഉണ്ട് അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അപ്പോൾ അവരുടെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് ഭാരതമൊട്ടാകെ CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തുക. ഇത് അവരുടെയൊക്കെ ബുദ്ധിജീവിയായ സക്കറിയ അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയാണ്. ഭാരതമൊട്ടാകെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തുക. അപ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം കൂടും. അതനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തകരുടെ ആത്മവീര്യം കൂടും.
അതനുസരിച്ച് വർദ്ധിത വീര്യത്തോടെ അവർ പ്രവർത്തിക്കും, അതനുസരിച്ച് സീറ്റ് കൂടും. ഇതൊക്കെയാണ് തിയറി. ഏതായാലും അതിനവർ ശ്രമിക്കാറില്ല. കാരണം ഫലത്തിൽ സംഭവിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥിയെ നിങ്ങൾ കൊണ്ടുപോയി നിർത്തുമ്പോഴും ഇവർക്ക് കേരളം വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസ് ആണല്ലോ പ്രിയപ്പെട്ട പാർട്ടി. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും 10-ൽ 10, 100-ൽ 100 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസും ക്ഷീണിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ക്ഷീണിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം ബലി കൊടുത്ത് കോൺഗ്രസ്സിന് വേണ്ടി വലിയ ത്യാഗം അനുഷ്ഠിക്കുന്ന അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. CPM-ഉം അതെ, CPI-യും അതെ. ഏതായാലും അത് വേറൊരു വിഷയം. ഇപ്പോൾ വന്നിരിക്കുന്ന ഫലമനുസരിച്ച് 307 സീറ്റ് NDA, 125 സീറ്റ് UPA, 111 സീറ്റ് മറ്റുള്ളവർ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ 125-ഉം 111-ഉം കൂടെ കൂട്ടിയാൽ പോലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം മറ്റുള്ളവർക്കില്ല എന്ന് സാരം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശത്രുക്കളായിട്ട് മത്സരിക്കുകയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് നടത്തിയാൽ പോലും അധികാരത്തിൽ വരാനാവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസും കൂട്ടുകക്ഷികളും മറ്റുള്ളവരും എല്ലാവരും ചേർന്നാലും. ഈ പറഞ്ഞ അരവിന്ദ് കേജ്രിവാളും മമതാ ബാനർജിയും ഒക്കെ ചേർന്നു എന്ന് തന്നെ വയ്ക്കുക. എന്നാലും അവർക്ക് കിട്ടുന്ന സീറ്റുകൾ കൊണ്ട് അവർക്ക് ഭരണത്തിൽ എത്താൻ സാധ്യമല്ല എന്നാണ് സർവേ റിപ്പോർട്ട് കാണിക്കുന്നത്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. ഇതിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും? ഇപ്പോൾ ഇതുവരെ നമ്മൾ കണക്ക് കൂട്ടിയത് NDAയുടെ കണക്കാണ്. അതിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്ന് നോക്കണ്ടേ? അതും ഇന്ത്യ ടുഡേ സീ വോട്ടർ നോക്കിയിട്ടുണ്ട്. BJP ഒറ്റയ്ക്ക് നേടുന്ന സീറ്റുകൾ 283 എന്നാണ് സർവേയുടെ പ്രവചനം. ഇപ്പോഴും BJPക്ക് 283-ഓ 282-ഓ ഉണ്ട്. വാസ്തവത്തിൽ BJP ഒറ്റയ്ക്ക് ഭാരതം ഭരിക്കാൻ പ്രാപ്തി നേടിയ ഒരു കക്ഷിയാണ്. ഇത് കഴിഞ്ഞ തവണ തന്നെ അവർക്കുണ്ട്. ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 282, 83 എന്ന് പറഞ്ഞാൽ 10-11 സീറ്റുകൾ കൂടുതൽ അവർക്കുണ്ട് എന്ന് സാരം. ഒറ്റയ്ക്ക് ഭരിക്കാമായിരുന്നു, പക്ഷേ നരേന്ദ്രമോദി അത് ചെയ്തില്ല. ആരൊക്കെ തൻ്റെ കൂടെ നിന്നോ അവരെല്ലാം തൻ്റെ കൂടെ തന്നെ നരേന്ദ്രമോദി നിർത്തി. പോയവരോടൊന്നും ഒരു വഴക്കിനും പോയതുമില്ല. ഇപ്പോഴും അദ്ദേഹം ജനതാദൾ യുവുമായിട്ടോ ശിരോമണി അകാലിദളുമായിട്ടോ ഏറ്റുമുട്ടുകയോ വഴക്കുണ്ടാക്കുകയോ ചീത്ത പറയുകയോ അങ്ങനെ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവക്കാരനുമല്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഭാരതത്തിൽ വ്യക്തമായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭാരതം ഉറപ്പായിട്ട് കംഫർട്ടബിളായിട്ട് ഭരിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിയെ വെല്ലുവിളിക്കാൻ അത്ര എളുപ്പമല്ല മറ്റ് കക്ഷികൾക്ക്. കാരണം അവർക്കുള്ളത് 125-ഉം 111-ഉം 246 സീറ്റുകളാണ്. ഭരിക്കാൻ 272 വേണം താൻ. അപ്പോൾ ആ അവസ്ഥയിൽ മറ്റ് പാർട്ടികൾ എല്ലാവരും ഒന്നിച്ച് കൂടിയാൽ പോലും ഇനി BJP ഒറ്റയ്ക്കാണെന്ന് വയ്ക്കുക, കൂട്ടത്തിൽ വേറെ ആരുമില്ല, എല്ലാവരും BJPക്ക് എതിരാണെങ്കിൽ പോലും BJPക്ക് ഭാരതം ഭരിക്കാവുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് JDU നിതീഷ് കുമാറിൻ്റെ അവർ NDA വിട്ടിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ RJD രാഷ്ട്രീയ ജനതാദളുമായിട്ട് ചേർന്ന് ഈ മന്ത്രിസഭ അട്ടിമറിക്കുകയും പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എത്ര നഷ്ടം വന്നു, അതോ നഷ്ടം വന്നില്ലേ, എന്താ സംഭവിച്ചത്, അത് നോക്കണമല്ലോ. ഇപ്പോൾ ഇന്ത്യ ടുഡേ സീ വോട്ടർ ചെയ്തത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള സാമ്പിൾ എടുക്കുമല്ലോ, പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ചേർത്തിട്ട് 1,22,000 പേരെയാണ് അവർ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അവരുടെ സർവേ അവർ രണ്ടാമത് നടത്തേണ്ടി വന്നു. കാരണം ജനതാദൾ യു മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ ചിത്രം എന്താണ് എന്ന് അവർ പരിശോധിച്ചു. ആ ചിത്രവും അവർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ജനതാദൾ യു പോയതിലൂടെ NDAക്ക് നഷ്ടമുണ്ടായോ, ഉണ്ടായെങ്കിൽ എത്ര? ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് ബീഹാറിലെ ഈ രാഷ്ട്രീയ വ്യതിയാനം
എൻ ഡി എക്ക് 21 സീറ്റിൻ്റെ നഷ്ടമുണ്ടാക്കുന്നു. 307 നിന്ന് 286 എൻ ഡി എയുടെ സീറ്റുകൾ കുറയും. ആ 21 സീറ്റുകൾ നേരെ യു പി എക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ 125 യു പി എ 146 കയറുകയും 307 നിന്ന് എൻ ഡി എ 286 താഴുകയും ചെയ്യും. മറ്റുള്ളവർ 111 തന്നെ ഉറച്ചു നിൽക്കും. ഇതാണ് ഇന്ത്യ ടുഡേ സർവേയുടെ കണ്ടെത്തൽ. അതായത് ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ മാറിയത് എൻ ഡി എക്ക് വലിയ ക്ഷീണം ചെയ്യും എന്നുള്ളതാണ് സർവേ കാണിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും ചെറിയ സംഭവങ്ങൾ വളരെ വലിയ മാറ്റങ്ങൾക്ക് ഇടയാവാറുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് പൊതുവെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവർ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയൊന്നും വരാനില്ല, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൽ കൂടുതൽ സീറ്റ് നേടി ജയിച്ചു, ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ഇംഗ്ലീഷിൽ കോംപ്ലസൻസി എന്ന് പറയുന്ന, പ്രത്യേകിച്ച് വിഷമിക്കാനൊന്നുമില്ല, ഇനിയെല്ലാം ഭംഗിയായി എന്നുള്ളൊരു തോന്നൽ. ആ തോന്നൽ ജനാധിപത്യത്തിൽ അത്ര കണ്ട് ശരിയല്ല. ഇതേ തോന്നൽ പണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു, പിന്നീട് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ ഏറ്റവും വലിയ സീറ്റും ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ പോലും അത്രയും സീറ്റുകളോ ശതമാനം വോട്ടുകളോ കിട്ടിയിട്ടില്ല. രാജീവ് ഗാന്ധിക്ക് 424 സീറ്റും 49% വോട്ടും കിട്ടിയിരുന്നു അന്ന്. എന്നിട്ടോ 5 വർഷം കഴിഞ്ഞപ്പോൾ വി പി സിംഗ് എന്ന ഒറ്റ കോൺഗ്രസ്സുകാരൻ രാജീവ് ഗാന്ധിയുടെ കൂട്ടത്തിൽ നിന്ന് മാറുകയും ബോഫോഴ്സ് എന്ന വലിയൊരു ആരോപണം കൊണ്ടുവരികയും അതോടെ രാജീവ് ഗാന്ധിയുടെ അടിപതറിപ്പോവുകയും രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് തോറ്റുപോവുകയും വി പി സിംഗ് ബി ജെ പിയുടെയും ഇടത് പാർട്ടികളുടെയും പിന്തുണയോടെ അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ എത്ര ഉയരത്തിൽ നിന്നാണ് രാജീവ് ഗാന്ധി കോൺഗ്രസിനെയും കൊണ്ട് താഴേക്ക് പതിച്ചത് എന്നാലോചിച്ച് നോക്കുക. ജനാധിപത്യത്തിൽ നമ്മളെപ്പോഴും വളരെ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ എപ്പോഴാണ് അപകടം പറ്റുക എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ വോട്ടർമാർ ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ആളുകളാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ലോകത്തിലെ സെഫോളജിസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ, പ്രവചന വിദഗ്ധരുണ്ടല്ലോ, അവർക്ക് ഏറ്റവും വലിയ കീറാമുട്ടി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയൊക്കെ നോക്കി എങ്ങനെയൊക്കെ പ്രവചിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് മിനിറ്റിൽ അതെല്ലാം തെറ്റിച്ച് കളയുന്ന ആൾക്കാരാണ് ഭാരതീയർ. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടാകും. ആ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ വലിയ പ്രയാസമാണ്. ഇത് ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയിലെ പ്രവർത്തകരുടെ ജോലി. അതിന് നിരന്തരം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ജനങ്ങളുടെ പൾസ്, അവരുടെ ഹൃദയത്തുടിപ്പ് അറിയാൻ പറ്റുകയുള്ളൂ. അതനുസരിച്ച് പാർട്ടി നയങ്ങളിൽ, പെരുമാറ്റത്തിൽ, പരിപാടിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഗ്രൗണ്ട് ലെവലിലുള്ള തൃണമൂല തലത്തിലുള്ള പ്രവർത്തനം വളരെ പ്രധാനമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും ജെ പി നഡ്ഡയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. കിടന്നുറങ്ങാൻ സമയമായിട്ടില്ല ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പിയുടെ അനുഭാവികൾക്കും. അവർക്കിനിയും ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഒരു നിതീഷ് കുമാർ വിചാരിച്ചാൽ 21 സീറ്റിൻ്റെ വ്യത്യാസം വരുത്താൻ പറ്റുന്നു. സാങ്കല്പികമായിരിക്കാം, ഇനിയും സമയമുണ്ട്. 2024 തെരഞ്ഞെടുപ്പ്. അതിനിടയ്ക്ക് ബി ജെ പി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. ബി ജെ പിക്കും അവരുടേതായ സാമർഥ്യമുണ്ടെന്ന് എത്രയോ തവണ അവർ തെളിയിച്ചതാണ്. മഹാരാഷ്ട്രയിൽ അധികാരം പോയി, അവർ തിരിച്ചു പിടിച്ചു. മധ്യപ്രദേശിൽ അധികാരം പോയി, അവർ തിരിച്ചു പിടിച്ചു. അങ്ങനെ സാമർഥ്യത്തിന് യാതൊരു കുറവും ബി ജെ പിക്കില്ല. പക്ഷേ ഈ സാമർഥ്യത്തിന് അടിത്തറയായിട്ട് ജനങ്ങളുടെ പിന്തുണയും വിശ്വാസവും ഉണ്ടാകണം. അതിനായിട്ട് അനവരതം
പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അടുത്ത ഒരു പ്രധാന ചോദ്യം, ഭാരതത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. പാർട്ടിയൊക്കെ പോട്ടെ, വ്യക്തികളെ എടുക്കുന്നു. ആര് പ്രധാനമന്ത്രിയാകാനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നു. ജനങ്ങൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. 53.4% ജനങ്ങൾ നരേന്ദ്രമോദി മതി എന്ന് വോട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കും, ശതമാനം എടുത്താൽ 41.4, സീറ്റ് JDU പോകുന്നതിന് മുമ്പ് 307, JDU പോയി കഴിഞ്ഞ് 286, ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ പോലും നരേന്ദ്രമോദിയുടെ ജനസമ്മതി വർദ്ധിച്ച് തന്നെ വരുന്നു. 53.4% ആളുകളാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നത്. 9.3% ആൾക്കാരാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. 53.4-ഉം 9.5-ഉം തമ്മിലുള്ള അകലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ ദൂരെയാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയേക്കാൾ, വളരെ പിന്നിലാണ്. അതിലും പിന്നിൽ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ്, 6.5% വോട്ടുമായിട്ട്. അപ്പോൾ നരേന്ദ്രമോദി 53 ചില്വാനം, രാഹുൽ ഗാന്ധി 9 ചില്വാനം, അരവിന്ദ് കെജ്രിവാൾ 6.5, ഇങ്ങനെയാണ് നിൽക്കുന്നത്. വളരെ വലിയ അന്തരമാണ്. നിതീഷ് കുമാറിൻ്റെ പേരേ ഇല്ല. വാസ്തവത്തിൽ ബീഹാറിൽ നിതീഷ് കുമാർ NDA സഖ്യം വിടുമ്പോൾ വലിയ പ്രചാരണം, അതിപ്പോഴും നടക്കുന്നുണ്ട്, വലിയ പ്രചാരണമായിരുന്നു. നിതീഷ് കുമാറാണ് അടുത്ത പ്രധാനമന്ത്രി. ആരദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കും എന്നുള്ളത് ആരും ഒന്നും മിണ്ടുന്നില്ല. എന്നാലും ഒരുപാട് പേർ മീഡിയ വഴിയൊക്കെ ബഹളം വയ്ക്കുന്നു, നിതീഷ് കുമാർ അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന്. ഒരുപക്ഷെ അദ്ദേഹവും അത് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ഏതായാലും സർവേയിൽ അദ്ദേഹം അടുത്തെങ്ങും എത്തുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ പേരും കൂടെ ചേർത്ത് സർവേ നടത്തിയിരുന്നെങ്കിൽ വല്ല 1%, 0.5% ആരെങ്കിലും കിട്ടുമായിരുന്നിരിക്കാം. ഏതായാലും 6.5-ൽ താഴെ എന്ത് ശതമാനം കിട്ടിയിട്ടെന്താ? അതൊരു മത്സരമേ അല്ലല്ലോ. എൻ്റെയോ നിങ്ങളുടെയോ പേര് സർവേ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ 0.0001% പേര് നമ്മൾ പ്രധാനമന്ത്രിയാകണമെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതൊന്നും കണക്ക് കൂട്ടലിൽ പെടുത്തേണ്ട ഒരു കാര്യമല്ല. ഏതായാലും നരേന്ദ്രമോദിയുടെ ജനപ്രീതി പഴയ പോലെ നിൽക്കുന്നു, ഒരുപക്ഷെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.